ഹായ് എവ്രി വൺ, ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ഒരു ചെറിയ ഹോം ടൂറാണ്. അപ്പോൾ ഈ ഒരു ഹോം ടൂർ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് ഈ വീട്ടിലെ ലിവിങ് സ്പേസ് ആണ്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഇവിടുത്തെ ലിവിങ് ഏരിയയ്ക്ക്, കണ്ടില്ലേ. പിന്നെ ഇവിടുത്തെ ഇൻറ്റീരിയർ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സ്റ്റെയർ കേസും അതുപോലെ TV സെഷനും ഒക്കെ നല്ല രസമുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഡിസൈൻ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് വർഷങ്ങളായിട്ട്. പിന്നെ ദാ ഈ ഒരു ഏരിയ കണ്ടില്ലേ, ഈ ഒരു വാൾ ചെയ്തിരിക്കുന്ന സിമെൻറ്റ് വർക്കാണ്, സിമെൻറ്റിൻ്റെ ടെക്സ്ചർ വർക്കാണ്. ഇത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് ഈ വീട്ടിലെ. ഇവിടെ വന്നപ്പം ഈ ഒരു സിമെൻറ്റ് വർക്ക് ചെയ്ത ഈ ഒരു വാളാണ് ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണിത്. അതുപോലെ തന്നെ ഈ സ്റ്റെയർ കേസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസൈനാണ് ഈ സ്റ്റെയർ കേസിൻ്റേത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് മെയിനായിട്ടുള്ളത്. പിന്നെ അവിടെ ഒരു മിനി കിച്ചൺ, അതുപോലെ തന്നെ ഒരു ഹോം തിയേറ്റർ ഒക്കെ സെറ്റപ്പ് ആക്കുന്നുണ്ട്. അപ്പം ഹോം തിയേറ്ററിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല, അത് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ഇൻറ്റീരിയറിൽ ഈ ഒരു ലൈറ്റ്സ് കണ്ടില്ല, ഈ ഒരു വാം ലൈറ്റും പിന്നെ ആ വൈറ്റ് ലൈറ്റും, ആ വാം ലൈറ്റ്സിൻ്റെ ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ഒരു മെയിൻ ഹാങ്ങിങ് ലൈറ്റാണ് ഈ ഒരു ഫാൻസി ലൈറ്റ്. ഇത് നല്ല ഭംഗിയുണ്ട്. ഇതും നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലൈറ്റിൻ്റെ ഡിസൈനാണിത്. ഇത് വന്നിട്ട് അപ്പം ഇതും ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വന്നിരിക്കുന്നത്. അത് നല്ലപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു വാഷ്റൂമാണിത്. ഒരു ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇവിടുത്തെ ടൈലിൻ്റെ ഈ ഒരു കളർ കോമ്പിനേഷനും നന്നായിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ ഒരു വാഷ്റൂം, അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ഡ്രസ്സിങ് ഏരിയ കൂടിയുണ്ട്. പിന്നെ കണ്ടില്ലേ, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണിത്. ഈ ഏരിയയിലാണ് ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടില്ല, അതിന് വേണ്ടിയിട്ടുള്ള പോയിന്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഈ കർട്ടൻ കണ്ടില്ലേ, ഈ ബ്ലൈൻഡ്സ്, ഇതിന് നല്ല കട്ടയുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി കളർ കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നി. അവിടുത്തെ പെയിൻറ്റുമായിട്ട് നല്ലപോലെ മാച്ച് ആയിട്ട് പോകുന്നുണ്ട് ആ ഒരു ബ്ലൈൻഡ്സ്. ഫസ്റ്റ് ഫ്ലോറിലൊരു ക്യൂട്ട് ബാൽക്കണി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റെയർ കേസിൻ്റെ സൈഡിലെ ഈ ഇൻറ്റീരിയർ വർക്ക്സ് അടിപൊളിയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ സ്റ്റെയർ കേസിൻ്റെ ഡിസൈനും പിന്നെ നമ്മുടെ ആ ഒരു മെയിൻ ഹാങ്ങിങ് ലൈറ്റും. അതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ഭംഗിയുണ്ട് അതിന്. ഇപ്പോൾ കുറേ കാലമായിട്ട് നമുക്ക് ട്രെൻഡിങ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഐറ്റമാണത്. ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോറാണിത്. അതിൻ്റെ ഡിസൈനൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ മുകളിൽ സെൻറ്റ് മൈക്കിളിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. വീണ്ടും നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കണ്ണോടിച്ച് നോക്കാം. വീടിൻ്റെ ലിവിങ് സ്പേസിൽ തന്നെ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടില്ലേ. പിന്നെ നമ്മളുടെ സ്റ്റെയർ കേസ്, ഈ ഒരു സ്റ്റെയർ കേസ് നല്ലൊരു എസ്തെറ്റിക് ലുക്ക് തരും. വീടിനെ തന്നെ വേറൊരു മൂഡിലേക്ക് മാറ്റുന്ന ഒരു ലുക്ക് തരുന്ന അതാണ് ഈ ഒരു സ്റ്റെയർ കേസ്. സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാ ഈ ഒരു വാള് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ്. സിമെൻറ്റ് വർക്ക്, ഒരു ടെക്സ്ചർ വർക്ക് ചെയ്ത ഈ ഒരു ഏരിയ നല്ല ഭംഗിയില്ല. ആ ഒരു കളറും നമ്മുടെ വീടിൻ്റെ ലൈറ്റ്സും എല്ലാം കൂടി കാണുമ്പോൾ നമുക്കൊരു കോസി ഫീൽ കിട്ടുന്നില്ലേ. വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലൂടെ നമുക്ക് ഒന്നുകൂടി നോക്കാം. അവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഒരു മിനി വ്ലോഗായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കണേ. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.